പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത്? മമ്മൂട്ടിയെ ഇത്രയേറെ ആക്ഷേപിച്ച ഒരു അനുഭവം ഒരുപക്ഷെ മമ്മൂക്കയുടെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. UDF നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭരിക്കാൻ കയറുകയാണ്, അല്ലാതെ ഈ നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട്. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവുമല്ല. മികച്ച രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് കാഴ്ചപ്പാടുള്ളവനാണ്, ദീർഘവീക്ഷണമുള്ളവനാണ്, ജനത്തെ പറഞ്ഞു പറ്റിക്കാത്തവനാണ്, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവനാണ്. ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുവനാണെന്ന് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് മിഥുൻ ഒറ്റപ്പെട്ട് സമൂഹത്തിൻ്റെ ആക്ഷേപം കേട്ട് മാറിയിരുന്നപ്പം ഞാൻ അവനെ പോയി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്നെ ഇന്ന് രാവിലെ ഒരു പയ്യൻ, എന്നെ ഇന്നലെ മുമ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്തൊരു പയ്യനാണ്, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പയ്യനാണ്. അപ്പോൾ അവനൊരു വിഷമം, ഞാൻ NDAയുടെ ഭാഗമായത്. അവൻ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഗ്രൂപ്പുണ്ടോ അവിടെ നാറി എന്നൊക്കെ ചോദിച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തൊരു ഹഗ് കൊടുത്തു. അവൻ എന്നെ തെറി വിളിച്ചോട്ടെ, അവൻ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോട്ടെ, ഞാനതല്ലാത്തടത്തോളം കാലം എനിക്ക് അവനെ തിരിച്ച് ഹഗ് ചെയ്യാൻ ഞാനെന്തിനാ മടിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിയമനിർമ്മാണ സഭയിൽ ശക്തമായി സംസാരിക്കാനുമുള്ള സ്പേസ് സൃഷ്ടിക്കും. ഏത് പാർട്ടി ഏതെങ്കിലും പാർട്ടി തിരഞ്ഞെടുത്ത എഗ്രിമെൻ്റ് ഉണ്ട്. ഞാൻ BJP ചേർന്നാൽ എനിക്ക് നാളെ മാറിക്കൂടും, കോൺഗ്രസ് ചേർന്നാൽ നാളെ മാറിക്കൂടും, ഏത് രാഷ്ട്രീയ പാർട്ടി ചേർന്നാലും നാളെ മാറും. 2020 എനിക്ക് ആ സ്പേസ് തരും. കാര്യം അവർക്കും വളരണം. 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരണം. 2020 ഞാൻ വളരുമ്പോൾ 2020 വളരും, 2020 വളരുമ്പോൾ ഞാനും വളരും. അങ്ങനെ വളരുമ്പോഴത്തേക്കും നാച്ചുറലി മുന്നണി വളരും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് 2020 മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് അങ്ങ് ആക്ഷേപിക്കുക. എടാ, നിന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കക്കൂസ് ഇല്ലാത്ത ജനതയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? കർഷകരെ കഴിഞ്ഞ് വയലെല്ലാം പിടിച്ചെടുത്ത് മുതലാളിക്ക് കൊടുത്തു, എതിർത്തവനെ എല്ലാം വെടിവെച്ച് വന്നു, എന്നിട്ട് കമ്മ്യൂണിസം. എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നത്. അവൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തെയും അവൻ്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഞാൻ വിമർശിക്കുമ്പോൾ അവൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം എന്നോടുള്ള വിമർശനമായിട്ട് മാറും. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP നേതാവോ RSSൻ്റെ നേതാവോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ ആരുടെ ബീഫ് വിളമ്പുന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ നാളെ ദൂരെ കേട്ടിട്ടുണ്ടോ? എനിക്ക് കേരളം ഭരിക്കാൻ UDF ആയിരിക്കും, LDF ആയിരിക്കും. അതുകൊണ്ട് ഒരാൾ നിലനിൽപ്പിന് വേണ്ടി കയറുന്നു, ഒരാൾ നാട് കട്ടുപിടിക്കാൻ വേണ്ടി കയറുന്നു. NDA ഭരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഇത്തവണ ഒരുപാട് സ്റ്റാർസ് മത്സരിക്കുന്ന ഒരു വർഷം കൂടെയാണ്. ഇപ്പോൾ ബിഗ് ബോസിന് തന്നെയുണ്ട്. ശരിക്കും ഈ സ്റ്റാർ വാല്യൂ കൊണ്ട് നമുക്ക് വോട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ശരിക്കും അവരുടെ രാഷ്ട്രീയമാണോ അതോ ഈ സ്റ്റാർ വാല്യൂ ആണോ ഒരു രാഷ്ട്രീയത്തിലേക്ക്? അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതുകൊണ്ടാണ് അയാളൊരു നല്ല മനുഷ്യനാണെന്ന് ജനത്തിന് ഏതോ ഒരു പോയിന്റിൽ തോന്നിയത് കൊണ്ടാണ് ജയിച്ചത്. ഇനി ജയിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു MP, ഒരു കേന്ദ്രമന്ത്രി എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത്, ജയിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി ജയിക്കുന്നത്. ആദ്യം ജയിക്കുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് മാത്രമല്ല, സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണെന്നും സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി പണ്ട് ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള ഒരാളാണെന്നുമുള്ള ജനത്തിൻ്റെ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നതെന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചതോടുകൂടി മമ്മൂട്ടിയെ ഇത്രയേറെ ആക്ഷേപിച്ച ഒരു അനുഭവം ഒരുപക്ഷെ മമ്മൂക്കയുടെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള, ഇത്രയും സെലിബ്രിറ്റി വാല്യൂ ഉള്ള, കേരളം ഒന്നടങ്കം ആഘോഷിച്ച, അടുത്തിടെ പത്മഭൂഷൺ കിട്ടിയ ഒരു മഹാനടനെ ഇത്രയും തെറി ഇവർ വിളിച്ചാൽ ഈ താഴെ തട്ടിൽ കിടക്കുന്ന അഖിൽമാരായ രാഷ്ട്രീയം പറഞ്ഞാൽ പിന്നെ തെറി വിളിക്കാൻ കേൾക്കാതിരിക്കൂ. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവുമെല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം, അറിയേ ഉള്ളൂ. അപ്പോൾ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ അറിയാം, ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചെടുക്കുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. ഇതാണ് ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നവരെ മറ്റേ TV സീരിയലിലെ ആൾ, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസിൽ അവൻ, അല്ലെങ്കിൽ സിനിമയിലെ നായകൻ, ഇവൻ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇവനൊരു വോട്ട് കൊടുത്തേക്കാമെന്ന് കേരളത്തിൽ ഒരാളും ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത്രയേറെ സാധാരണക്കാരനുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത്രേ ഉള്ളൂ.
അതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ. അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ജനം നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇനി ജയിച്ചാൽ നമുക്ക് പറയാനുള്ളൊരുവനാണോ, ഇവനെ കൊണ്ട് കൊള്ളാമോ, ഇതൊക്കെ വിലയിരുത്തും. പിന്നെ ഇപ്പം ഞാൻ മത്സരിക്കുന്ന ഒരു മുന്നണി കേരളത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ്. വോട്ട് പ്രകാരം ഒരു 20% താഴെ മാത്രം വോട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഞാൻ മത്സരിക്കാൻ പോകുമ്പം എനിക്ക് അധികാരം മോഹിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? അല്ല. ആദ്യം ഞാൻ എൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക സമൂഹത്തിൽ. ആ സ്പേസിൽ നിന്നുകൊണ്ട് നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നല്ലൊരാളാണെന്നും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നും ജനത്തിന് തോന്നിയാൽ തൃക്കാക്കരയിലെ ജനം എനിക്ക് വോട്ട് ചെയ്യും. എന്നെക്കാളും മികച്ച ഒരാളാണ് ഉമാ തോമസ് എന്നും ഉമാ തോമസ് ഈ തൃക്കാക്കരയെ പ്രതിനിധീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് അഭിമാനമെന്നും അവർക്ക് തോന്നിയാൽ 100% ഉമാ തോമസിന് വോട്ട് ചെയ്യണമെന്നേ ഞാനും പറയത്തുള്ളൂ. ഈ തോൽവി ജയം അതിനെക്കുറിച്ച് ടെൻഷനുണ്ട്. കാരണം ഇപ്പം സിനിമാ മേഖലയിൽ തന്നെ മത്സരിച്ച് തോറ്റ ആളുകളുണ്ട്. അപ്പം അങ്ങനെ തോൽക്കുകയാണെങ്കിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണോ അഖിൽമാരാർ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയാണ് തയ്യാറാവുന്നത്? നമ്മൾ ഒരു തവണ പരാജയപ്പെട്ടെന്ന് വെച്ചോളൂ. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനത പറയുകയാണ്, അയ്യോ നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി, നിങ്ങൾ ഞങ്ങളൂടെ വേണം. ഇനി പരാജയപ്പെട്ടു, ജനം നമ്മളെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ പറയാം. ഇപ്പം എന്നെ ആക്ഷേപിച്ച, എനിക്കെതിരെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളാണ് അനിയൻ മിഥുൻ. അനിയൻ മിഥുൻ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്നെ പറയാൻ പറ്റുന്നതെല്ലാം പരമാവധി പല സ്ഥലങ്ങളിലും പോയിരുന്നു പറഞ്ഞ ഒരാളാണ്. നിശ്ചിതമായി ഞാനുമായിട്ട് വഴക്കുണ്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷെ മിഥുൻ ഒരു കഥ പറഞ്ഞു, അതൊരു കള്ളത്തരമായിരുന്നു. അതിൻ്റെ പേരിൽ അതിഭീകരമായ അറ്റാക്ക് മിഥുനെതിരെ നടന്നു. അവസാന സമയം എനിക്ക് ഫിനാലയിലേക്ക് അടുക്കുകയാണ്. എന്നെ എതിർത്ത, ഇന്നലെ വരെ എന്നെ ശത്രുവായി കണ്ട, ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുവനാണെന്ന് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മിഥുൻ ഒറ്റപ്പെട്ട് സമൂഹത്തിൻ്റെ ആക്ഷേപം കേട്ട് മാറിയിരുന്നപ്പം ഞാൻ അവനെ പോയി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നും അവൻ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അത് ഒരു നാട് ഇപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ അവരെ തള്ളിപ്പറയാതിരുന്നാൽ മതി. എന്നെ ഇന്ന് രാവിലെ ഒരു പയ്യൻ, എന്നെ ഇന്നലെ മുമ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്തൊരു പയ്യനാണ്, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പയ്യനാണ്. അപ്പോൾ അവന് ഒരു വിഷമം, ഞാൻ NDAയുടെ ഭാഗമായതിൽ. അവൻ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഉളുപ്പുണ്ടോ അവിടെ നാറി എന്നൊക്കെ ചോദിച്ചു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തു, ഒരു ഹഗ് കൊടുത്തു, റിപ്ലൈ കൊടുത്തു. അപ്പം അവൻ എന്നെ തെറി വിളിച്ചോട്ടെ, അവൻ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോട്ടെ, ഞാനതല്ലാത്തടത്തോളം കാലം എനിക്ക് അവനെ തിരിച്ച് ഹഗ് ചെയ്യാൻ ഞാൻ എന്തിനാണ് മടിക്കുന്നത്? ഞാൻ NDAയുടെ ഭാഗമായ ഞാൻ വർഗീയവാദി ആയില്ല, ഞാൻ അവിടെ അഖിൽമാരാർ തന്നെയാണ്. അഖിൽമാരാർക്ക് ഒരു മാറ്റമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായാലും ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മാറ്റം വരുന്നത്? അത് ഇൻബോണായിട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ചിന്തകളിലൂടെയല്ല ഞാൻ എന്നെ സൃഷ്ടിച്ചെടുത്തേക്കുന്നത്. ഞാൻ ആ പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾക്കുള്ള സഹായങ്ങൾ, ആ പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ, ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്ലാനുകൾ, ഇത് ഏറ്റവും മനോഹരമായി ചെയ്ത് ആ പാർട്ടിക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഏറ്റവും മൂല്യമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ ഞാൻ ഇരിക്കും. അതിനല്ലേ എനിക്ക് പറ്റും. എന്നെ ആക്ഷേപിച്ചെന്ന് കരുതിയിട്ട് അവനെ എനിക്ക് തെറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതേ അവൻ തന്നെ നാളെ പറയും സോറി ചേട്ടാന്ന് പറയും. ഈ നെഗറ്റീവ് കമന്റ്സുകൾ എനിക്കൊന്ന് ബിഗ് ബോസിന് മുമ്പും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, പല കാരണങ്ങളാൽ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാഗമാവാൻ പോകുമ്പോൾ എങ്ങനെയാ അതിനെ എടുക്കുക? അല്ലെങ്കിൽ ആളുകളുടെ ഈ മെസ്സേജും കമന്റും, ഇനിയിപ്പോ വിജയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണെങ്കിൽ ഇത് കൂടും. അല്ല, അത് പ്രശ്നമല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് നെഗറ്റീവ് കമൻസ് വരുന്നതിലല്ല നമ്മൾ പേടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കമൻസ് വരുന്നത്? ആരാണ് നെഗറ്റീവ് കമൻസ് പറയുന്നത്? എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല നെഗറ്റീവ് കമൻസ് പറയുന്നത്. അവൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തെയും അവൻ്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഞാൻ വിമർശിക്കുമ്പോൾ അവൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം എന്നോടുള്ള വിമർശനമായിട്ട് മാറും. അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെയല്ല ഞാൻ മറ്റൊരു വശത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവന് തോന്നുമ്പോൾ അവൻ എന്നെ വിമർശിക്കും. ഈ വിമർശിക്കുന്നതെല്ലാം ഞാൻ എടുക്കുന്ന സ്റ്റാൻഡുകൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ്. അതേസമയം ഞാനൊരു അഭിപ്രായം അവന് താല്പര്യപ്പെടുന്ന പറഞ്ഞു നോക്കട്ടെ, ഇതേ തെറി വിളിച്ചവൻ നല്ലത് പറയും. അപ്പോൾ നെഗറ്റീവ്സോ പോസിറ്റീവ്സോ എന്ന് പറയുന്നത്, ഇപ്പോൾ നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്, തിങ്കിങ് മേക്ക് ഇറ്റ് സോ എന്ന് പറയും. ഇപ്പോൾ ഓരോ ജനതയ്ക്കും അവരുടെ ശരികളും അവരുടെ തെറ്റുകളുമുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ശരി ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ശരിയായിരിക്കും, ചിലപ്പോൾ അവരുടെ ശരി അവരുടെ മാത്രം ശരിയായിരിക്കും, ചിലപ്പോൾ എൻ്റെ ശരിയായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. പിന്നെ എൻ്റെ അറിവിൽ ലോകത്തൊരു ഭരണാധികാരിയും ഒരു മഹാഭൂരിപക്ഷം ജനതയുടെ ഇഷ്ടം കിട്ടി ഭരണാധികാരി ആയിട്ടില്ല. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു 40% ജനതയുടെ പിന്തുണ ഇപ്പോഴുള്ളൂ. 2013 അത്രയും ഇല്ലായിരുന്നു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും 35% ജനതയുടെ പിന്തുണയുള്ളൂ. അപ്പം ബാക്കി 65% തെറി വിളിക്കുകയല്ലേ.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേര് കേരളത്തിലുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ തെറിയല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എന്താ ഈ ഇഷ്ടപ്പെടുന്നവന്മാർ പോയിട്ടൊന്ന് അനുകൂലിക്കാത്തത്? അതങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം. കാര്യം തെറി പറയാൻ വേണ്ടി മാത്രമേ വന്ന് കമൻ്റ് ഇടത്തുള്ളൂ. ശരിക്കൊരു മികച്ച രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് കാഴ്ചപ്പാടുള്ളവനാവണം, ദീർഘവീക്ഷണമുള്ളവനാവണം, ജനത്തെ പറഞ്ഞ് പറ്റിക്കാത്തവനാവണം, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു വികസനം ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ, ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ കൊണ്ടുവന്നു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പ്രത്യേകത, എൻ്റെ നാട്ടിലെ എല്ലാ ചായക്കടകളിലും, എല്ലാ ലോക്കൽ ഏരിയകളിലും ഏറ്റവും സാധാരണക്കാരിരിക്കുന്നിടത്തെല്ലാം പോയിരുന്ന് ചർച്ച ചെയ്യുകയും അവർ പറയുന്നത് ഒരുപാട് കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ മെട്രോയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് എൻ്റെ അടുത്തിരുന്നു, പിന്നെ ഉമ്മൻചാണ്ടി അവിടെ മെട്രോ കൊണ്ടുവന്നിട്ട് ഇവിടെ പാറമടയിൽ പണിയുമില്ല, കുറേ നാളുകളായിട്ട് മനുഷ്യന് വരുമാനമില്ല, യവന്മാരെന്തോ കോപ്പാ കാണിക്കുന്നത്, ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ മുന്നിലേക്ക് കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് ചെന്നാൽ ഇവൻ്റെ ജീവിതം വഴിമുട്ടി കിടക്കുകയാണ്. കാര്യം അവൻ്റെ വരുമാനം അവിടെ നിലച്ചു. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ഇപ്പം തൊഴിലുറപ്പ് പോയി ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ, അവരെടുത്ത് നിങ്ങളിപ്പം തൊഴിലുറപ്പെന്ന് പറയുന്ന പദ്ധതി ഇല്ലാതാക്കിയതിന് ശേഷം ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കിത് വർക്കാവത്തില്ല. അപ്പോൾ ഓരോ ജനതയുടെയും ആവശ്യം തിരിച്ചറിയാം. മനുഷ്യർ വ്യത്യസ്ത സ്ഥലത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ ചിന്താഗതി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരുത്തനെ സംബന്ധിച്ചിട്ട് അവനെ വിളിച്ച് കൊണ്ടൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, ഇവനത് ഭയങ്കര കാര്യമായിരിക്കും. ഇപ്പം ഒരുവൻ താമസിക്കുന്നവൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവനൊരു പ്രശ്നം വന്നു, അതിർത്തി തർക്കം നടക്കുന്നു. അപ്പം ഇവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാവിനെ ഇവൻ പോയി കാണുന്നു. പക്ഷെ അപ്പുറത്തുള്ളവൻ കാശുകാരനാണ്, അവൻ ഈ നേതാവിനെ സെറ്റിൽ ചെയ്യാണ്. നമ്മളെ അതിർത്തി അവന് മാന്താൻ സമ്മതിക്കത്തില്ല, അല്ലെ നമ്മളെ മണ്ണെടുക്കാൻ സമ്മതിക്കത്തില്ല, പ്രശ്നം വരുന്നു. ആ ഒരൊറ്റ കാരണം മതി ഇവൻ്റെ പാർട്ടി മാറാൻ. ഇനി തിരിച്ച് പിണറായി വിജയൻ കേരളത്തിൽ തേനും പാലും ഒഴുക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, അടിപൊളി മുഖ്യമന്ത്രി, കാരണം അത്രയും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും നല്ല ആളല്ല, തേനും പാലും ഒരിക്കലും വേണം നല്ല ആളല്ല. ഇനി ഇതേ മുഖ്യമന്ത്രി ഇതേ തേനും പാലും ഒഴുക്കുകയാണ്, ഇതേ കമ്മ്യൂണിസ്റ്റുകാരന് അവൻ്റെ നാട്ടിൽ ഞാനീ പറഞ്ഞ തൊട്ടയൽപ്പക്കാരനുമായ പ്രശ്നം വരുന്നു. അവൻ്റെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയെ തൊട്ടയൽക്കാരൻ കാശ് കൊടുത്ത് കയ്യിൽ വയ്ക്കുന്നു. പിണറായി ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പം പാർട്ടി വിടും. കാര്യം അവന് പിണറായി അല്ല അവൻ്റെ ലക്ഷ്യം. അവൻ്റെ നാട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറിയോ, അവൻ്റെ നാട്ടിൽ അവൻ കാണേണ്ട ലോക്കൽ സെക്രട്ടറിയോ, അവൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് അവനെ സംരക്ഷിക്കേണ്ട ഒരുവൻ അവൻ്റെ ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി എന്ത് ചെയ്തെന്ന് പറയുന്നതിനകത്തും കാര്യമില്ല. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന രാഷ്ട്രീയം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഓരോ മനുഷ്യനും രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന്, ജനതയുടെ രാഷ്ട്രീയം എന്താണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് താഴെ തട്ടിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വളർന്ന് മേളിലേക്ക് വരുന്നത്. കോൺഗ്രസ്സിൽ പലപ്പോഴും വളരെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിൽ ഒരാൾ നേതാവാകുന്നത്, ഇപ്പോൾ KSU സംസ്ഥാന ഭാരവാഹിയായിട്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി മാറുന്നു. അവിടെ നിന്ന് നേരെ ആയി നിയമസഭയിലൊരു സീറ്റ് കിട്ടുന്നു. എന്താണ് അവൻ്റെ പഞ്ചായത്തിൽ നടന്നതെന്ന് അവൻ അറിഞ്ഞിട്ടില്ല, എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നതെന്ന് അറിയത്തില്ല, അവൻ്റെ നാട്ടിൽ സാധാരണക്കാർക്കിടെ അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവൻ നേരെ അങ്ങ് നേതാവായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ പലപ്പോഴും കാണാതെ ആണ് ഇവൻ നേതാവാകുന്നത്. അപ്പോൾ അവൻ ഈ മേൽപ്പരപ്പിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. പിന്നെ പല കോൺഗ്രസ്സുകാരും മട്ടുപ്പാവിലിരുന്ന് സംസാരിക്കുന്നവരാണ്, അടിത്തട്ട് പണിഞ്ഞ പാവങ്ങളെ ഇവർ നോക്കുന്നതേ ഇല്ല. ഈ തൂണുകളെല്ലാം പൊളിഞ്ഞു തുടങ്ങി. ഇത് മനസ്സിലാക്കാതെ ഈ തൂണ് പണിയാൻ നിൽക്കാതെ മട്ടുപ്പാവിലിരുന്ന് ഭയങ്കര അടി, ഞാൻ ആ കസേര ഞാനിരിക്കാം, ഈ കസേര ഞാനിരിക്കാം, അവസാനം ഇതെല്ലാം കൂടെ പൊളിഞ്ഞു പോകും. കാരണം എന്താ, ഈ തൂണുകൾ ഏത് നിമിഷവും പൊളിയും. ഇപ്പോൾ കേരളത്തിലെ BJP നിങ്ങൾ നോക്കൂ, കേരളത്തിലെ BJP താഴെ തട്ടാണ് ശക്തിപ്പെടുത്തുന്നത്. 15% അല്ലെങ്കിൽ 20% വോട്ട് എന്ന് പറയുന്നത് അത് അടിത്തട്ടിലുള്ള തൂണുകളുടെ ബലമാണ്. അടിത്തട്ടിലെ തൂണുകൾ ബലപ്പെട്ട് കഴിഞ്ഞാൽ മേളിലോട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അടിസ്ഥാനം ബലപ്പെടുത്തുക, മറ്റവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, അവർക്ക് അടിസ്ഥാനം അവർ നോക്കുന്നതേയില്ല. അവർ മേളിലിരുന്നങ്ങ് തമ്മിലടിയാണ്. പിന്നെ വേറെ ആരുമില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ പാർട്ടി അടിമകളാണെന്ന് കരുതി ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഇപ്പം ആദ്യ സിനിമ ചെയ്യുന്നത് രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. അതിൽ അഖിൽമാരുടെ രാഷ്ട്രീയമായിരിക്കില്ല അതിൽ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പം രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാൾ ഇപ്പം ജനങ്ങൾ നേരിട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനാവശ്യത്തിനനുസരിച്ച് പല രാഷ്ട്രീയക്കാരെയും വിളിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു അഖിൽമാരാറുണ്ടായിരുന്നു. പലപ്പോഴും പല ഇഷ്യൂസും സോൾവ് ചെയ്യാത്ത സമയത്താണ് നമ്മളൊരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അഖിൽമാർ ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ
ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരിക്കും എന്ന് ഉറപ്പുവരാൻ പറ്റുമോ? അതെ, അതാണ് ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവും. നമുക്ക് അതിൽ കൂടുതൽ ഉറപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പം ഞാൻ അതിന് MLA ഒന്നും ആവേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഇവിടെ ഇപ്പം തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഞാൻ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നു. ജനങ്ങൾ എന്നെ ഇയാൾക്ക് ഇന്നൊരു ചുമതലയിൽ അയാൾക്ക് വന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നു. അപ്പം നാളെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വന്ന കുട്ടികൾക്ക് കുറച്ച് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പോയി ഇടപെടാൻ വേണ്ടിയിട്ട് എനിക്കൊരു MLA ആവണ്ട. എനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ ഞാനായി നിന്നാലും മതി. കാര്യം അവിടെ എനിക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊരു ചിന്തയാണ്. അവിടെ ഒരാൾ വന്ന് ചോദിച്ചു നീ ആരുടെയെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നാടിനെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാളാണ്, എനിക്കോ നോക്കുക രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ നാട്ടിൽ അവർക്കൊരു ആവശ്യം വന്നാൽ അവർക്കൊപ്പം ഞാൻ നിൽക്കും. അതിനെനിക്ക് അതെപ്പോഴും ചെയ്യാൻ പറ്റും കേട്ടോ. ജയിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിയമനിർമ്മാണ സഭയിൽ ശക്തമായി സംസാരിക്കാനും ഉള്ളൊരു സ്പേസ് സൃഷ്ടിക്കും. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരൻ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന്. കാരണം BJPയുടെ ടാഗില്ലാതെ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെന്ന്. അല്ല അതിലെന്താ പ്രശ്നം? ബുദ്ധി ഇല്ലാത്ത രാഷ്ട്രീയക്കാർ മതിയെന്നാണോ? അല്ല എനിക്ക് 2020 തിരഞ്ഞെടുത്തുകൊണ്ട് അത് എപ്പോഴെങ്കിലും മാറാം എന്നതും അദ്ദേഹം ഏതെങ്കിലും പാർട്ടി തിരഞ്ഞെടുത്ത എഗ്രിമെൻ്റ് ഉണ്ടോ? ഞാൻ BJP ചേർന്നാൽ എനിക്ക് നാളെ മാറിക്കൂടെ? കോൺഗ്രസ് ചേർന്നാൽ നാളെ മാറിക്കൂടെ? ഏത് രാഷ്ട്രീയ പാർട്ടി ചേർന്നാലും നാളെ മാറാം. അത് അങ്ങനെ എൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ഒന്നുമില്ല. 2020 ഞാൻ ചേർന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ തുടക്കമാണ്. അവിടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, ആ പാർട്ടി എന്നെ അതിനനുവദിക്കുകയും ചെയ്യും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാകുമ്പം ഞാൻ അവിടെ ചിലപ്പം എൻ്റെ സ്പേസ് കുറഞ്ഞു പോകും. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവിടെ ഒരു പാർട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ട് ചിലപ്പം നിശബ്ദനാകേണ്ടിയും വരും. അപ്പോൾ ഇപ്പുറത്താകുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാം. അത് മനസ്സിലുണ്ടായിരുന്നോ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ, എനിക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, സ്പേസ് ഇവിടെയാണ്? തീർച്ചയായിട്ടും. അത് 2020 എനിക്ക് ആ സ്പേസ് തരും. കാര്യം അവർക്കും വളരണമല്ലോ. 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരണം. 2020 ഞാൻ വളരുമ്പോൾ 2020 വളരും, 2020 വളരുമ്പോൾ ഞാനും വളരും. അങ്ങനെ വളരുമ്പോഴത്തേക്കും നാച്ചുറലി മുന്നണി വളരും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് 2020 മാറിക്കൊണ്ടേയിരിക്കും. 2020യിലേക്ക് ഏത് ജാതി മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വരാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പതിയെ BJP എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മുസ്ലിം സമൂഹത്തിന് BJPയോടുള്ള ഒരു എതിർപ്പ് പതിയെ മാറും. അങ്ങനെ അവരും ഇതിലേക്ക് കടന്നു വരും. അപ്പം നാച്ചുറലി ഇന്ത്യ ഒട്ടാകെ അതാണ് സംഭവിച്ചത്. ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി വെച്ചേക്കാണ് BJPയുടെ പേരും പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം ഈ രാജ്യത്തില്ല. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും 13 വർഷം അധികാരം കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്തത്? മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി അവരെന്തോ ചെയ്തു. പിന്നെ എന്താ പ്രശ്നം എന്നറിയാം? ഇപ്പം പൗരത്വ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവന്നു, ഇതിനകത്ത് മതം എടുത്തങ്ങ് ഫ്രണ്ടി വയ്ക്കും. ഇപ്പം ലക്ഷദ്വീപിനുമായിട്ട് ബന്ധപ്പെട്ടു വന്ന വിഷയത്തിൽ ഞാൻ BJPയെ എതിർത്ത് ചാനൽ ചർച്ചയിൽ പോയി സംസാരിച്ച ഒരാളാണ്. അന്നവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ആക്ച്വലി ഇന്നത്തെ ലക്ഷദ്വീപ് നിവാസികളോട് നിങ്ങൾ ചോദിക്കും, ആ ചെയ്തതെല്ലാം ഗംഭീരമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഏറ്റവും മനോഹരമായിട്ടും കൂടുതൽ ബിസിനസ്സും വ്യവസായമൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ. പിന്നീട് നമ്മൾ ലക്ഷദ്വീപിലെ പ്രശ്നത്തെക്കുറിച്ച് കേട്ടതേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അപ്പം ക്ലാരിറ്റി കൊടുക്കത്തില്ല. ഈ മതപരമായ ചില പ്രശ്നങ്ങളെടുത്ത് മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് BJP ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. അവർക്ക് മനോഹരമായിട്ട് ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വികസനമൊക്കെ ചെയ്യാൻ അറിയും. പക്ഷെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഇങ്ങനെ ഇപ്പം മുത്തലാഖ് നിരോധനം, ഇപ്പം ആ സ്ത്രീ സമൂഹത്തിന് ഭയങ്കര നല്ല കാര്യമല്ലേ? പക്ഷേ അത് ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങൾക്ക് ഇട്ടിട്ടുള്ള പണിയാണല്ലോ. പക്ഷെ അവിടുത്തെ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷയുമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇതുപോലെ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഇപ്പം നമ്മളിപ്പം കുറച്ച് BJPക്കാർ പറയുകയാണ് ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ഒരു വിഭാഗം ഉടനെ പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നിങ്ങൾ പാലസ്തീനെ എതിർക്കുന്നതെന്നാണ്. ഇപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കിതെല്ലാം രാജ്യങ്ങളല്ലേ, ഞാൻ എന്തിനാണ് പാലസ്തീൻ ജനതയുടെ മതം നോക്കുന്നത്? ഞാൻ എന്തിനാണ് ഇസ്രായേലിൻ്റെ മതം നോക്കുന്നത്? ഞാൻ എന്തിനാണ് റഷ്യയിലും ഉക്രൈനിലും മതം? ഇതെല്ലാം പല രാജ്യങ്ങളിൽ കിടന്ന് തമ്മിലടിക്കുന്ന ജനത, അവരുടെ പ്രശ്നങ്ങൾ, അതിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി നിൽക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പോളിസീസ് ഉണ്ടല്ലോ, അവർ ആ പോളിസീസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ രാജ്യം നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു നിലപാടെടുത്തു, മോദി അങ്ങനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലെങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധി തന്നെ അങ്ങ് ഭരിച്ചാൽ മതിയല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസികളിൽ വ്യത്യാസമുണ്ടാവും. നമ്മൾ നോക്കുമ്പം ശരികൾക്കൊപ്പം നിൽക്കാൻ നമ്മൾ വിചാരിക്കും. എനിക്ക് പാലസ്തീനിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോയി അവനെ സഹായിക്കുക എന്നുള്ളതാണ്.
അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു കുടുംബത്തെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഞാൻ ഇപ്പുറത്ത് പാലസ്തീനെതിരെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു മറ്റുള്ളവൻ എന്നെ തെറി വിളിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ നാട്ടിലുള്ളവർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മൾ കാണുന്നവർക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കും. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP നേതാവോ RSSൻ്റെ നേതാവോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ ആരുടെ ബീഫ് വിളമ്പുന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ നാളിതുവരെ കേട്ടിട്ടുണ്ട്? ബീഫ് കഴിക്കുന്ന പോത്ത്, പ്രത്യേകിച്ച് പോത്ത് കഴിക്കുന്ന എത്രയോ BJPക്കാരുണ്ട്. പശുവിനെ കഴിക്കാത്ത ആൾക്കാർ BJPയിലൊന്നുമല്ല, അത് കോൺഗ്രസ്സിലും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടാവും, മറ്റ് പല പാർട്ടിയിലും ഉണ്ടാവും. കാര്യം അത് ചിലർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അതാണ് എൻ്റെ കാര്യം. അല്ലാതിപ്പം പശു എന്ന് പറയുന്നതിനെ കേരളത്തിലുള്ള ആൾക്കാർ അമ്മയായിട്ട് കാണുന്നുണ്ടൊന്നുമല്ല. ഉത്തരേന്ത്യൻ ജനത അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് എന്തുകൊണ്ടത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? പശുവിനെ മാതാവായി കാണുന്ന കുറച്ച് മനുഷ്യർ ആ നാട്ടിലുണ്ടെങ്കിൽ അവർക്കതിനെ വളരെ വൈകാരികമായിട്ട് അവരതിനെ കാണുന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നടന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പശുവിൻ്റെ പേരിലായിരുന്നെങ്കിൽ ആ ജനതയുടെ താല്പര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനവരെ, കാരണം നമ്മളുടെ നാടുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത മറ്റൊരു നാട്ടിൻ്റെ കൾച്ചറാണത്. അതിവിടെ ഇല്ലല്ലോ. ഇപ്പം ഇവിടെ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല. നമുക്കെന്താ ദേശീയബോധം ഇല്ലാത്തത്? കേരളത്തിലുള്ള ഒരുത്തിന് യുദ്ധം എന്താണെന്ന് ABCD അറിയത്തില്ല. ഇവിടെ ബ്രിട്ടീഷുകാരുടെ പോയി തോളത്തും കൈയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവൻ്റെ അടുത്ത ആൾക്കാരായിട്ട് നടന്ന കുറേ രാജാക്കന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ കുറച്ച് പേര് മാത്രം പലപ്പോഴുമായിട്ട് ഇവർക്കെതിരെ തെറ്റിയിട്ടുണ്ട്. തെറ്റിയതൊക്കെ തന്നെയും ഭയങ്കര ദേശീയബോധം കൊണ്ട് തെറ്റിയതൊന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടി തെറ്റിയതാണ് പലതും. വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ, കുളച്ചൽ യുദ്ധവും ആറ്റിങ്ങൽ കലാപവും അങ്ങനെ പഴശ്ശിയുടെ പ്രശ്നങ്ങളും ഒക്കെ മാത്രം മാറ്റിവെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയ്ക്ക് അങ്ങനെ വലിയ ദേശീയബോധമൊന്നുമില്ല. കാരണം എന്താ? നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ അടിച്ചാൽ നമുക്കെന്താ? ഒരു കുഴപ്പമില്ല. ഇവിടെ സേഫ് അല്ലേ? സേഫ് സോൺ ഇടുന്നുണ്ട് എന്നും പറയാമല്ലോ. അങ്ങനെയാണോ പഞ്ചാബിൽ കിടക്കുന്നത്, രാജസ്ഥാനിൽ കിടക്കുന്നത്, കാശ്മീരിൽ കിടക്കുന്നത്? അവന് ദേശീയബോധം കൂടും, പട്ടാളക്കാർക്ക് ദേശീയബോധം കൂടും. കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു സാധനം വന്ന് വീണ് ഞങ്ങളെ കൂട്ടത്തിലൊരുത്തൻ മരിച്ചേക്കാം. ഇത് മരണങ്ങൾ കണ്ടു. തോളത്ത് കൈയിട്ട് ഒപ്പം ട്രെയിനിങ് നടത്തിപ്പോയ ഒരു പട്ടാളക്കാരൻ ചിലപ്പം നാളെ ചേതനേറ്റ ശരീരവുമായിട്ട് തൻ്റെ കൺമുന്നിലായിരിക്കും ചിലപ്പം വെടികൊണ്ട് വീഴുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു സൈനികന് അവന് ദേശീയബോധം ഉണ്ടാവും. അപ്പോൾ ആ സൈനികൻ നാട്ടിൽ വന്നിരുന്നിട്ട് താൻ ചെയ്ത യുദ്ധത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തള്ളാതെ എണീച്ച് പോടേ എന്ന് പറയുന്നവനാണ് മലയാളി. കാര്യം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇയാൾ ആ അതിർത്തിയിൽ എങ്ങനെ കഴിയുന്നെന്നുള്ള കാര്യം. -ഡിഗ്രിയിൽ ഇവൻ കിടന്ന് രാജ്യസേവനം ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവൻ വന്ന് പറയുന്നത്, എടാ അങ്ങനെ മലയിടുക്കി ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളുടെ തല പാകിസ്ഥാനിൽ നിന്ന് അറുത്തോണ്ട് പോയി, ഞാനൊക്കെ വെടിയുണ്ട കിടയിൽ നിന്ന് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നളിയ അളിയനൊന്ന് തള്ളായത് എളിയ. അതായത് ഒരുത്തൻ ചെയ്തെന്ന് പറയുന്ന കാര്യം ഇവന് ജീവിതകാലത്ത് ഇവന് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരുവന് അവൻ അതിന് തള്ളെന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് നിങ്ങൾ എന്തെടുത്ത് നോക്കൂ, സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പല മനുഷ്യർ പറയുന്ന അവരുടെ ഇൻ്റർവ്യൂസിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നിങ്ങൾ നോക്കൂ. എന്തൊരു തള്ളാടേ. മേജർ രവിയെ പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. അയാൾ ഇന്ത്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മേജറാണ്, നല്ലൊരു മിലിറ്ററി ഓഫീസറാണ് പുള്ളി. പുള്ളിയെ വന്നിരുന്നിട്ട് പട്ടാളത്തിൽ പൊറോട്ട അടിക്കുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കുറേ എണ്ണം കമൻ്റ് അടിക്കുന്നത്. ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. മേജർ ചോരയിൽ കുളിച്ച് രാജീവ് ഗാന്ധി അസാസിനേഷൻ വധത്തിന് ശേഷം ഇരിക്കുന്ന തോക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി മൊത്തം ചോരയാണ്. ആ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളി ഇത് വന്ന് ഈ പറഞ്ഞ മേജർ മഹാദേവൻ, അത് സിനിമയിൽ മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ മേജർ രവിയാണ്. AK രവീന്ദ്രൻ എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ ജീവിതമാണ് മേജർ മഹാദേവനിലൂടെ നമ്മൾ കാണുന്നത്. സിനിമയ്ക്ക് വേണ്ട കുറച്ച് ഒരു പൊടിപ്പും തങ്ങലും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുള്ളി എന്ത് പറഞ്ഞാലും പുച്ഛമാണ്. ഇതാണ് ഇവിടെ നാടിൻ്റെ ഒരു കുഴപ്പം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പോൾ വ്യക്തി എന്ന നിലയിൽ ഇഷ്ടമായിരിക്കും, പക്ഷെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ച് ആളുകൾക്ക് അവരോട് തോന്നുന്ന താല്പര്യവും ഇഷ്ടവും കുറയാറുണ്ട്. അതെങ്ങനെയാ കാണുന്നത്? ഇപ്പം ഈ രാഷ്ട്രീയം വ്യക്തിയും സ്വഭാവം രണ്ടും രണ്ടാണല്ലോ. അതെപ്പോഴും ഇപ്പം താങ്കളും ഇപ്പം ആ മേഖലയിൽ പോകുമ്പോൾ എങ്ങനെയാ അത് കാണാം? ഇപ്പം അതായത് ഇപ്പം നീ പറയാണ് ഇന്ന പാർട്ടി ഇന്ന ആൾക്കാർ കൊള്ളാം, ഇന്ന ആൾക്കാർ കൊള്ളത്തില്ല, ആ പാർട്ടിയിൽ ഇന്ന കക്ഷി മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ചിന്ത നമുക്ക് ഇന്നലെ അപ്പം ചാണകത്തിൽ ചവിട്ടിയിലായിരുന്നെങ്കിൽ അഖിൽമാരാരെ കൊള്ളായിരുന്നു, ചാണകത്തിൽ ചവിട്ടിയിലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി കൊള്ളായിരുന്നു, ഇങ്ങനെ പറയാതെ കൊള്ളാമായിരുന്ന സുരേഷ് ഗോപി BJP പോയത് നന്നായിടേ. അയാൾ ചിലപ്പോൾ ആ പാർട്ടിയെ കുറച്ചുകൂടെ നന്നാക്കിയോ നന്നാക്കിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവല്ല ഞാനീ പറയുന്നത്. അല്ലെങ്കിൽ അഖിൽമാരാരെ കൊള്ളാം, BJPയിലെ ചില കക്ഷികൾ കൊള്ളത്തില്ല, ഇയാളൊക്കെ അവിടെ പോയി BJPയുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും നമ്മൾ പറയുന്നതിന് ഒരു പോസിറ്റീവ് വശമില്ലേ? അല്ലാതെ നല്ലവനായ ഒരുത്തൻ അതിനകത്ത് പോയിട്ട് എങ്ങനെ പന്നലാവുന്നു?
ഇത് നമുക്കകത്ത് പോയിട്ട് ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കൂടുതൽ നന്നാക്കിക്കൂടെ. ഞാനതാ കുറച്ചു മുമ്പ് പറഞ്ഞത്, BJPയുടെ ഓരോ നേതാക്കന്മാരും BJPക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ളവരാണ് കേരളത്തിനുള്ളിൽ. അത് വ്യത്യസ്തമായ സംഭാവനകളാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് ഒരു വൈഡ് ഓഡിയൻസിനെ ആകർഷിക്കാനുള്ള ശേഷിയുള്ള ഒരു പ്രസിഡൻ്റാണ് പുള്ളി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി. ആശയമാണ് അയാൾ പറയുന്നത്. അതിന് അയാളെ ആക്ഷേപിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ BJP പോയില്ലായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമുള്ളത്? ഈ രാജ്യം കഴിഞ്ഞ 13 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഉണ്ടായെങ്കിൽ കാര്യകാരണങ്ങൾ നിരത്തി പറഞ്ഞാൽ നമുക്ക് എതിർക്കാം. അപ്പം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പറയുന്നതാണത്. സത്യം ഇതല്ല. ഇത് ഇന്ത്യയിലെ ജനതയ്ക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്ത ഡയലോഗ്, ഉത്തരേന്ത്യ കിടക്കുന്ന ജനതയ്ക്ക് ബോധമില്ല, ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ മലയാളികൾ പ്രബുദ്ധരാണല്ലോ, പ്രബുദ്ധരായ ഞങ്ങൾ BJP ഒരിക്കലും അടുപ്പിക്കത്തില്ല. കഴുതകളായ ഉത്തരേന്ത്യക്കാരാണ് ഈ BJP അടുപ്പിക്കുന്നത്. ഇപ്പോൾ ഈ 1950 ജനത എന്തായിരുന്നു? കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിയും വിവരവും അറിവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കോൺഗ്രസ് ഭരിച്ചു എന്നാണോ പറയുന്നത്? അതോ കാലം നമ്മളെ പഠിപ്പിച്ചത്, കാലം 50 നിന്ന് 2000 വരുമ്പോൾ ഈ നാടിൻ്റെ ചിന്തകളും അറിവും ജനങ്ങൾക്ക് കൂടിയെന്നും സാക്ഷരത കൂടിയെന്നും വിദ്യാഭ്യാസം കൂടിയെന്നും അല്ലേ? അപ്പോൾ ഈ വിദ്യാഭ്യാസം അറിവും ബോധമൊക്കെ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനെ തൂത്തുകളയല്ലേ അവർ ചെയ്തു? 10-25 വർഷം പല സംസ്ഥാനങ്ങളും ഭരിച്ച കോൺഗ്രസിനെ ഉത്തരേന്ത്യയിലെ ജനത തൂത്ത് കളഞ്ഞെങ്കിൽ അവർക്ക് ബോധം വെച്ചപ്പോൾ തൂത്ത് കളഞ്ഞെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പം BJP സ്വീകരിച്ച് അവർക്കല്ലേ ബോധം. ഇവിടെ വെറുതെ വന്നിരുന്നിട്ട് പ്രബുദ്ധരാണ്, അല്ലെങ്കിൽ പിന്നെ കുറേ ചാനലുകളിൽ വന്നിരുന്നിട്ട് അങ്ങ് അടിച്ചു വിടുന്നുണ്ട്. നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമത്, മറ്റേ രംഗത്ത്. ഇത് എന്തുകൊണ്ടാണെന്നൊന്നും ആരും പറയുന്നില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഒന്നാമതായത്. നമ്മൾ ഒന്നാമതാവാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനല്ലേ ഞങ്ങളെ നീ എങ്ങനെയാണ് ഇപ്പം ഓട്ട മത്സരത്തിൽ ഒരു വിജയിച്ചിട്ട് വരുമ്പോൾ നീ എങ്ങനെയാണ് ഇത് വിജയിച്ചത്? എൻ്റെ കൂടെ ഓടിയവന്മാരെല്ലാം നല്ല മുടന്തി അവന്മാർ വഴി വീണു. ഒരുത്തിന് കാല് വയ്യായിരുന്നു, ഒരുത്തിന് ഓടിയ വഴിക്ക് വയറിളവി, ഒരുത്തിന് വേറൊരു പ്രശ്നം പറ്റി, ഒരുത്തൻ ഛർദ്ദിച്ചു, ഞാനങ്ങ് ജയിച്ചു. ഇത് ലോകത്ത് ആർക്കെങ്കിലും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റും? കാരണം ഈ ഓടിയവന്മാരുടെ ഈ കുഴപ്പം ഞാൻ നാളെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഓടുന്നവന് വരണം. അതേസമയം ഇതേ ഇവൻ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് എൻ്റെ കാഫ് മസിൽസുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഓരോ ദിവസവും ഓരോ 100 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര രീതിയിൽ എഫേർട്ട് എടുത്തു, ഇന്ന ആഹാരം കഴിച്ചു, ഞാൻ ഇന്നതൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ യോഗ ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു. തുടർച്ചയായിട്ട് ഞാൻ ഓടി. ഞാൻ ഓടിയപ്പോൾ ബൈക്ക് എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് അവൻ 100 മീറ്റർ ചെന്നപ്പം ആ ബൈക്കിനൊപ്പം ഓടിയെത്താൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ബൈക്ക് അങ്ങനെ, അതായത് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് എഫേർട്ട് എടുത്ത് കഴിവ് കൊണ്ട് കഷ്ടപ്പെട്ട് ഓടി ജയിച്ചപ്പം അവിടെ ചെന്ന മൊമെൻറ്റിൽ ഞാൻ എൻ്റെ മനസ്സ് ഫോക്കസാക്കി. ഫസ്റ്റ് വെടി പൊട്ടിയ സമയത്തും എൻ്റെ ചിന്ത ഓടി ജയിക്കുക എന്നുള്ള ഫോക്കസിലേക്കായിരുന്നു. എൻ്റെ കാലുകൾക്ക് മൂർച്ച കൂട്ടി, എൻ്റെ മനസ്സിൻ്റെ മൂർച്ച കൂട്ടി, എൻ്റെ ഒപ്പം ആരും ഓടുന്നെന്ന് ചിന്തിക്കാതെ, ആരെയും കാണാതെ ഞാൻ ഓടി ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നാളെ ഒരിടത്ത് വിജയിപ്പിക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ സഞ്ജു സാംസൺ എങ്ങനെയാണ് കഴിഞ്ഞ 3 ഇന്നിങ്സുകൾ ഇത്ര മികച്ചതായി കളിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കണ്ണു അടച്ചങ്ങ് വീശുമായിരുന്നു ഓരോ ബാളും, എങ്ങനെയൊക്കെയോ കൊണ്ടു, എങ്ങനെയൊക്കെയോ 6 പോയി, നീയും അങ്ങനെ അങ്ങ് ചെയ്തോ? ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പം അതിന് ആൾ പറയും, എനിക്ക് ഇന്നലകളിൽ ഞാൻ ബാക്ക് ഫുട്ടിൽ കളിച്ച ആ ഷോട്ടിൽ ഒരു പോരായ്മ പറ്റി, എനിക്കെതിരെ അവിടെ ഫീൽഡ് സെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡീപ്പ് മിഡ് വിക്കറ്റിലൊരു ഫീൽഡ് ഇട്ട് ഞാൻ ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ഒരു പഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ എറിയിപ്പിച്ചത്. പക്ഷേ ഞാൻ ബോധപൂർവ്വം ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് മാറി ഞാൻ ഓഫ് സൈഡിൽ പോയിന്റിലേക്ക് ഞാൻ 4 അടിച്ചു. ഡീപ്പ് ഫീൽഡർ ഇല്ലായിരുന്നു, ഈ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ പ്ലാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കേരളം എങ്ങനെയാണ് നമ്പർ 1 ആയത്? ഇവന്മാർ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ. ഇത് 1847 CMS കോളേജ് കേരളത്തിൽ സ്ഥാപിച്ച കാലം മുതൽ, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന കാലം മുതൽ, ഇവിടുത്തെ രാജാക്കന്മാരുടെ ചിന്തകൾ മുതൽ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതി തിരുനാളിൻ്റെ കാലത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ രാജാക്കന്മാരുടെ ചിന്തകളിലൂടെ ആ രാജാക്കന്മാരുടെ ഒപ്പം സഞ്ചരിച്ച അന്നത്തെ ഈ അറിവുള്ള ഒരു ബ്രാഹ്മിൺസ് ആണല്ലോ. ഇനി ഞാൻ ജാതി പറഞ്ഞെന്ന് ബ്രാഹ്മണിക്കൽ കിജിമണി എന്ന് പറഞ്ഞിട്ട് കുറയാണ് പോകുക, അതല്ല ഞാൻ പറഞ്ഞത്. ഈ അന്നത്തെ അറിവും ബോധമുള്ള ബ്രാഹ്മണന്മാരുടെ ചിന്ത അത് മുന്നോട്ട് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്തതിൻ്റെ ഫലമായിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഈവൻ ഒരു കക്കൂസ് അല്ലെങ്കിൽ 4 ചുവരിനുള്ളിൽ അടച്ചിട്ടൊരു സ്ഥലത്ത് പോയി വേണം നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനൊരു സുരക്ഷ ഒരുക്കി കൊടുക്കണം. അത് എത്രയും താഴെ തട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറമ്പുകൾ കുറവായിരുന്നു.
മറ്റേത് എവിടെ ഉത്തരേന്ത്യയിൽ എന്ന് വെച്ചാൽ ഇതിനൊന്നും പ്രശ്നമല്ല, പറമ്പുകൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ മറ്റേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് അങ്ങ് ആക്ഷേപിക്കുക. എടാ നിൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കക്കൂസ് ഇല്ലാത്ത ജനതയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? നീ മനസ്സിലാക്കുന്നു അവിടുത്തെ സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ ജനതയ്ക്ക് അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ പറയുകയാണ് കക്കൂസ് പണിയണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, അയാൾ എത്രത്തോളം താഴെത്തട്ടിലുള്ള ജനതയുടെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യം കയറിയിട്ട് കക്കൂസ് പണിയണം ഈ രാജ്യത്തെന്ന് പറയുന്നത്. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്. വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പം തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുലി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പോൾ അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക, പെട്രോളിന് വില കൂടിയെന്ന്. എന്തോ യവൻ്റെ ആവശ്യം എന്തോ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവൻ്റെ കയ്യിൽ കാശ്, അവനെന്നല്ല 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. അപ്പോൾ ഈ 1 രൂപ എന്തിനാണെന്ന് ഇവൻ കേന്ദ്രം പറയുന്നു ഇത് കക്കൂസ് പണിയാനാണ്. പിന്നെ ഇയാൾക്ക് കക്കൂസ് പണിയാനല്ലേ ഞാൻ 1 രൂപ തരുന്നത്? അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാത്ത കുറേ കഴുതകൾ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇപ്പോൾ കുറേ ഞങ്ങൾ അതിൽ നമ്പർ 1 അല്ലേ, ശിശുമരണ നിരക്ക് നമ്പർ 1 അല്ലേ, മറ്റേത് നമ്പർ 1 അല്ലേ, മറിച്ചത് നമ്പർ 1 അല്ലേ. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മ അപ്പം അയ്യോ എൻ്റെ മോള് എന്തോ മാരക രോഗം കണക്കാണ് പ്രഗ്നൻസിയെ കാണുന്നത് ഇപ്പോൾ. എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. പക്ഷേ അട്ടപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് ആരും നോക്കാനും കാണാനും ഇല്ലാതെ എവിടെയോ കിടക്കുന്ന ഗ്രാമങ്ങളിൽ കിടക്കുന്ന എന്താണ് ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊന്നും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ജനതയെ അവരെ താഴെത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുമ്പോൾ പരിഹാസം. അവർ ഒരുപാട് മാറി. ഇവിടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മലയാളി വിദേശത്ത് പോയിട്ടാണ് നമ്മൾ പലതും കാര്യങ്ങൾ ചെയ്തത്. 1970-80 ശേഷം നമ്മളുടെ മലയാളികളുടെ പണം മുഴുവൻ വിദേശത്തു നിന്നാണ് വന്നത്. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന ഒരുത്തൻ, ആത്മാഭിമാനമുള്ള എല്ലാ ഒരുത്തനും വിദേശത്ത് പോയി അതേ ജോലി ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നു. കാര്യം എന്താ, അവൻ്റെ അഭിമാനം അവിടെ ക്ഷതം ഏൽക്കുന്നില്ല. ഇവിടെ അവൻ അഭിമാനം ക്ഷതം ഏൽക്കുന്നു എന്ന പ്രശ്നം. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ച പൈസയിൽ കേരളത്തിൽ പല കാര്യങ്ങളും നടന്നു. വിദേശ പണം കൊണ്ട് രക്ഷപ്പെട്ട ഒരു സംസ്ഥാനം നാളെ അവിടുന്ന് പണം വന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇവിടെ എന്തോ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇവിടെ എന്തോ വരുമാനം. തമിഴ്നാടും കർണാടകവും ഒക്കെ അവൻ്റെ അതിർത്തി അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ മലയാളിയുടെ മറ്റേ വായിൽ മണ്ണിട്ട് മൂടേണ്ട അവസ്ഥ വരത്തില്ലേ? ഇവിടെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാ സാധനങ്ങളും ഇത് എവിടുന്നാണ് വരുന്നത്? അവിടെ കിടന്നൊരു തമിഴൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, പഞ്ചാബിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, ആന്ധ്രയിൽ നിന്ന് ഒരു പാവം പിടിച്ചവൻ കൃഷി. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കിടക്കുന്നത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്നാണ്. എന്നിട്ട് ചെയ്ത പണി എന്തുവാ? ആ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് സിംഗൂരിലും നന്ദിഗ്രാമിലും എല്ലാം പോയിട്ട് പാവങ്ങളുടെ കൃഷിഭൂമി മൊത്തം പിടിച്ചെടുത്ത് മുതലാളിമാർക്ക് കൊടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നിങ്ങളെ എതിർത്തവരെല്ലാം വെടിവെച്ച് അങ്ങ് കൊന്നു. ഒരു സമയത്ത് ചെയ്തത് ഈ വയലെല്ലാം പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുത്തു. പിന്നീട് കർഷകർ കഴിഞ്ഞ് വയലെല്ലാം പിടിച്ചെടുത്ത് മുതലാളിക്ക് കൊടുത്തു. എതിർത്തവനെല്ലാം വെടിവെച്ച് വന്നു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് വന്നു. ഇനി കേരളത്തിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. എന്നിട്ട് ഇവിടെ എവിടെ തൊഴിലാളി? അവിടെ ബംഗാളിനെ മൊത്തം നശിപ്പിച്ച് നാമാവശേഷമാക്കി ഇട്ടിട്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പിന്നല്ലേ കാര്യം പിടിയിട്ടത്. ഈ ബംഗാളിലുള്ള തൊഴിലാളികളെല്ലാം ഇങ്ങോട്ട് വരുമായിരുന്നു. കാരണം അവിടെ മൊത്തം നശിപ്പിച്ച്. അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിച്ച് എന്നിട്ട് പിന്നെ അവസാനം തൊഴിലാളികളെ മൊത്തം ഇവിടെ നിന്ന് ഇല്ലാതാക്കി, കൃഷി മൊത്തം ഇവിടെ നിന്ന് ഇല്ലാതാക്കി. ഇവിടെ അങ്ങ് ഒരു പുല്ലുമില്ലാത്തൊരവസ്ഥയായി. പിന്നെ ഇവരെന്തുവാണ്, എന്തിന് വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെന്തോ കൊണ്ടുവന്നത്? നമ്മൾ എന്തിനാണ്? ഞാനിപ്പോൾ കഴിഞ്ഞ അങ്ങേ വർഷം ജർമ്മനിയിൽ അവിടെ കുട്ടികളുടെ അതിഥിയായിട്ട് വിളിച്ച് ഞാൻ പോയിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അല്ലെങ്കിൽ UK-യിലും ഒക്കെ ആയിട്ട് മലയാളികളുടെ ഘോഷയാത്രയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു ഒഴുക്കാണ്. അതേസമയം ആര് ചോദിച്ചാലും കേരളം സ്വർഗമാണ്, ഞങ്ങളിവിടെ മലമറിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്ഥലത്ത് അടിക്കുന്നു. എടാ സ്വർഗത്തുനിന്ന് ആരെങ്കിലും വേറൊരിടത്തോട്ട് പോകും? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നാണ് ഈ പിള്ളേർ ചോദിച്ചാൽ പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചാൽ പറയും അമേരിക്കയിൽ നിന്ന് ഇന്നലെയും ഒരു കോള് വന്നു. പ്രസിഡന്റ് പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും
ഇവിടുന്ന് ആരെങ്കിലും വന്ന് ഒന്ന് പഠിപ്പിച്ചു തരാമോ വികസനം എന്താണെന്നാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കോവിഡ് വന്ന സമയത്ത് വാക്സിൻ ഇവിടെ പിണറായിയോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. പോലെ കള്ളത്തരവും. അപ്പം ഇത്രയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം 2026 നിൽക്കുമ്പം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏത് മേഖല ഇപ്പോഴും വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട്? തലച്ചോറ്. അങ്ങനെ ഒരു മറുപടി. തലച്ചോറ് വികസിച്ചിട്ടില്ല എന്നുള്ളതിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം എൻ്റെ അടുത്ത് ആരോ പറയുന്നത് തൃക്കാക്കര UDFിൻ്റെ കോട്ടയാണ്. ഈ കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ജനതയുടെ തലച്ചോറ് വികസിച്ചിട്ടില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു പ്രദേശത്തെ നമ്മുടെ കോട്ട നമ്മൾ വിളിക്കുന്നതിൻ്റെ കാര്യം തലച്ചോറ് വികസിച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ മാറി ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവണമല്ലോ. തലച്ചോറ് വികസിക്കാത്തവൻ എവിടെയാണോ കുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ കൊണ്ട് കുത്തും. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ ചിന്തിച്ചു തുടങ്ങും. ഇപ്പം ഞാനൊക്കെ എല്ലാ കാലത്തും എന്ത് ചെയ്താലും ഇതെങ്ങനെ, ഇതെന്തിന് എന്നുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് അടിസ്ഥാനപരമായ ശാസ്ത്രം എന്ന് പറയുന്നത്. സത്യാന്വേഷണമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശരികൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടുപിടിച്ച് തരാൻ ശേഷിയുള്ളവരോട് ചോദിക്കണം. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകണം ഏറ്റവും മഹത്തായ ശരിയെന്ന് പറയുന്നത്. തൃക്കാക്കരയുടെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് അഖിൽമാരാർ കൊള്ളാമോ? ഇപ്പോൾ ഒരാൾ പറയും അവൻ കൊള്ളത്തില്ലടേ, അവൻ പറഞ്ഞത് ശരിയാണോ, എന്തുകൊണ്ട് കൊള്ളത്തില്ല, എന്തുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എന്തിനു ഉമാ തോമസിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ഈ ചോദ്യങ്ങൾക്ക് അവന് കുറേ ചോദ്യങ്ങൾ അവൻ എഴുതി വെക്കണം. കഴിഞ്ഞ 4 വർഷമായിട്ട് എന്താണ് ഉമാ തോമസ് ചെയ്തത്, ഞാൻ എത്ര പ്രാവശ്യം ഉമാ തോമസിനെ കണ്ടിട്ടുണ്ട്, ഉമാ തോമസ് പുതിയതായിട്ട് കൊണ്ടുവന്ന എന്തെങ്കിലും പദ്ധതികൾ തൃക്കാക്കരയിലുണ്ടോ, ഉമാ തോമസിൻ്റെ അതിശക്തമായ ഇടപെടൽ നിയമസഭയിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഉമാ തോമസിൻ്റെ ശക്തമായ ഒരു പ്രസംഗമോ ഒരു ഇടപെടലോ ഏതെങ്കിലും മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ടോ, അതല്ല സർക്കാരിനെതിരെ പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ അതിശക്തമായി ഉമാ തോമസ് പ്രതികരിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ നാട്ടിലൊരാവശ്യമായി ചെന്ന് കണ്ട സമയത്ത് എന്നോട് അവരുടെ സമീപനം കറക്റ്റായിരുന്നോ, എൻ്റെ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിലെയും KUCയിലെയും ഒക്കെ പ്രവർത്തകർക്ക് പലവിധ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു MLA എന്ന നിലയിൽ അവർ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നോ. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടും. ഈ ഉത്തരമെല്ലാം ഉമാ തോമസിന് അനുകൂലമാണെങ്കിൽ ഉമാ തോമസ് ജയിക്കണം. കാരണം അവർ ഏറ്റവും മികച്ച MLA ആണ്. ഇതേ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നേരെ വിരുദ്ധമായിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പരാജയപ്പെട്ട MLA ആണ്. അപ്പോൾ മറ്റൊരാളെയാണ് നമ്മൾ കണ്ടെത്തണം. അത് ആരെ കണ്ടെത്തണം? എന്തിന് അഖിൽമാരാർ, എന്തിന് CPMൻ്റെ ആൾ? ഇപ്പം കഴിഞ്ഞ ഇത്രയും 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നു. തൃക്കാക്കരയ്ക്ക് ഇടതുപക്ഷത്തിന് MLA ഇതുവരെ എന്തായാലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഈ പിണറായി വിജയന് വേണ്ടി കൈവക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഒരാളെ തൃക്കാക്കരയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടേണ്ടത്? അപ്പോൾ ഇത് ജനം ചിന്തിച്ച് ജനത്തിന് തന്നെ ഇതിനുള്ള ഉത്തരം കിട്ടും. ഇത് നമ്മൾ നിന്ന് പറയേണ്ട കാര്യം, നമ്മളവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാം, എന്നെ തള്ളിക്കളയാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. അഖിൽമാരാറിനെ എന്തിനാ ആളുകൾ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇനി ഇപ്പുറത്ത് ചോദിക്കുന്ന അഖിൽമാരാർ പറയുന്നു നിങ്ങളെ ഞാൻ പറഞ്ഞു പറ്റിക്കില്ല എന്നാണ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ 20 ദിവസം കൊണ്ട് ജനം വിലയിരുത്തുന്ന ഒരു ഇമ്പാക്റ്റിൽ അഖിൽമാരാരെ അവർക്ക് വിലയിരുത്താം. എന്നെ വിലയിരുത്തുന്നതിനെക്കാട്ടിയും കൂടുതലും ഇന്നലകളിൽ രാജ്യത്തിൽ ഇതെല്ലാം ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർക്ക് വിലയിരുത്താം. 2020 എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടി കിഴക്കമ്പലത്ത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നും തങ്ങൾക്ക് കിട്ടിയ അധികാരം അഴിമതിയില്ലാതെ ഏറ്റവും മനോഹരമായിട്ട് നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടിയാണ് അഖിൽമാരാർ പ്രതിനിധാനം ചെയ്യുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിപരമായി കൊള്ളാവുന്നതുപോലെ തന്നെ അഖിൽമാരാർ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2020യും അഖിൽമാരാർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയായ NDAയും ഈ നാടിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നും അവർക്ക് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷമാണ് അവർ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. 2026 നോക്കുമ്പോൾ NDAയുടെ ഒരു സീറ്റ് പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് അഖിൽ ചേട്ടൻ തോന്നുന്നത്? അല്ല, പ്രഡിക്ഷൻ ഒന്നും ഞാൻ നടത്തുന്നില്ലെന്നേ. പ്രഡിക്ഷൻ അല്ല, പക്ഷേ NDAക്ക് ഭയങ്കരമായ ഒരു മുന്നേറ്റം ഉണ്ടാവും ഇത്തവണ. ഒന്ന്, NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനത്തിന് കുറച്ചും കൂടെ സ്വീകാര്യമായിട്ടുള്ളതായിരിക്കും. പിന്നെ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ ചർച്ചയാകേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനാണ് കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇദ്ദേഹത്തിനെ മാത്രം നമ്മൾ രാവിലെയും വൈകിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ NDA ചിലപ്പോൾ എല്ലായിടത്തും അധികാരത്തിൽ വരും. അത് മാത്രം ഞാൻ നോക്കിയപ്പോൾ ഈ കേരളത്തിലൂടെ എല്ലാം ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖമാണ്. ഇത് കാണുമ്പോൾ തന്നെ ചതുർത്ഥി കണ്ടാണ് ജനം വേറെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ചിന്ത നാച്ചുറലി വന്നുള്ളൂ. അതുകൊണ്ട് LDFകാർ ഒരു കാലത്തും ഇനി വരലെന്നുള്ള ചിന്തയിലാന്ന് തോന്നുന്നു പിണറായിയുടെ തന്നെ പടം ഇങ്ങനെ അടിച്ചടിച്ച് വയ്ക്കുന്നത്. അതേസമയം വെട്ടിയൊതുക്കാൻ പറ്റുന്ന പലരെയും ഇവർ വെട്ടിയൊതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ P. രാജീവിനെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം കണ്ടിങ്ങനെ ഞാനൊരു വീട് നോക്കാൻ വേണ്ടി ഇപ്പോൾ വഴി വെച്ച് കണ്ടതാണ്. അപ്പോൾ പുള്ളി എടുത്തതായി തന്നെ പറഞ്ഞത് നിങ്ങളെന്തായാലും 2ാം സ്ഥാനം ഉറപ്പാട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതാണ്. ഇപ്പോൾ 1ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമെന്നല്ല, 1ാം സ്ഥാനം ഉമ്മാ തോമസ് ഇലകാരം ഇങ്ങനെ ഉറച്ച കോട്ട ഇങ്ങനെ പൊതുധാരണയുണ്ടല്ലോ. അപ്പോൾ ഉറച്ച കോട്ടയായ LDF UDF അവിടെ കട്ടിച്ച് ജയിച്ചേക്കാം. പക്ഷേ അഖിൽമാരെ 2ാം സ്ഥാനം വരും. കാരണം P. രാജീവ് ഞങ്ങളെ ഇവിടുത്തെ സകല നേതാക്കന്മാരെയും വെട്ടി ഇവിടെ കൊള്ളാവുന്ന എല്ലാ ആൾക്കാരെയും പുള്ളി വെട്ടിയത്. അപ്പം പക്ഷേ ഉദയകുമാർ എന്ന് പറയുന്നവരുടെ CPM ഏരിയ സെക്രട്ടറി ഇവിടെ മത്സരിക്കാൻ നല്ല ആളായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. ഇതാണ് പ്രശ്നം. ഒരു പാർട്ടിയിൽ നല്ല വ്യക്തിത്വങ്ങളുള്ളപ്പോൾ അവരെ പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വെട്ടി ഒതുക്കുന്ന കുറച്ച് മന്ത്രിമാരൊക്കെ ഉണ്ട്. അവർക്ക് അവർ ജയിച്ചാൽ മാത്രം മതി എന്ന് അവരുടെ ചിന്ത. അപ്പം അത് എല്ലാ പാർട്ടിയിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ആദ്യം ജയിക്കുക, ജയിച്ചു വന്നതിന് ശേഷം അധികാരത്തിലെത്താനുള്ളൊരു സാഹചര്യത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞ ഒരു 10-15 സീറ്റുകളിൽ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റം NDAക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒറ്റയടിക്ക് ഇതങ്ങ് മാറുമെന്ന് പറയുന്നൊരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ. മാറ്റം ചിലപ്പം പതിയെ മാറത്തുള്ളൂ. ജനം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു വരാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇപ്പം മാറിയിട്ടുണ്ടല്ലോ, ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? തൃപ്പൂണിത്തറ നഗരസഭ BJP പിടിച്ചുവെന്ന് ആരും വിചാരിച്ചു? ഇങ്ങനെ പല സ്ഥലങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടായില്ലേ. 10,000 വോട്ടും 5,000 വോട്ടും ഒക്കെ കടന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് 30,000 40,000 വോട്ടുകളവിടെ വർദ്ധിച്ചില്ലേ. ഈ വോട്ടുകൾ വർദ്ധിക്കുന്നത് ജനം ഈ പാർട്ടിക്കൊപ്പം ഇങ്ങനെ ചേർന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികൾ ജയിക്കത്തില്ലെന്നൊരു തോന്നൽ ഇവരുടെ മനസ്സിലേക്ക് അങ്ങ് എത്തുമ്പോൾ മറ്റേവൻ ഈ പുറത്തല്ല അവൻ ഒരു കാലത്തും ജയിക്കല്ലേ എന്ന് കരുതിയിട്ട് ചില ജനങ്ങളൊക്കെ അങ്ങ് കൊണ്ട് മാറിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത്തവണ ഒരു മുന്നണിയായിട്ട് NDA ഇറങ്ങുന്നതിന് കൃത്യമായ പ്ലാനുണ്ട്. പ്ലാൻ മനോഹരമായി ഭരിച്ചാൽ അതിന് വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പം ആളുകൾ രാഷ്ട്രീയത്തിനെ മാറി ചിന്തിച്ചു തുടങ്ങി. ഇപ്പം ഇത്രയും ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി കേരളം ഭരിക്കാമെന്ന് UDF ആയിരിക്കും LDF ആയിരിക്കും? അല്ല, ഇവരാരും ഭരിക്കാതിരിക്കട്ടെ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. NDA ഭരിക്കട്ടെ എന്ന് ഞാൻ പറയും. പിന്നെ UDFൻ്റെ ഒരു കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ലേ, UDF നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭരിക്കാൻ കയറുകയാണ്, അല്ലാതെ ഈ നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയൊന്നുമല്ല. അവരുടെ ഒരു നിലനിൽപ്പാണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത്. ഒരു പക്ഷേ അവർ അധികാരത്തിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം അടപടലം നശിച്ചില്ലാതായി പോകും. അതുകൊണ്ട് ഒരാൾ നിലനിൽപ്പിന് വേണ്ടി കയറുന്നു, ഒരാൾ നാട് കട്ടുപിടിക്കാൻ വേണ്ടി കയറുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി കേന്ദ്രത്തിൻ്റെ പദ്ധതികളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനും കേരളത്തിൻ്റെ സാധ്യതകളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനും വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്, അല്ലാതെ ഈ പുറകോട്ടടിക്കുന്ന ആൾക്കാരല്ല വേണ്ടത്. പല ആശയങ്ങളും സംസാരിക്കുകയും ആശയങ്ങൾ മുറുകെ പിടിക്കുകയും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു അഖിൽമാരാറെ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായി വരുമ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പുതിയ മാറ്റങ്ങൾ അതിപ്പോൾ പറയാൻ ആഗ്രഹിക്കില്ലെങ്കിൽ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനസ്സിൽ പദ്ധതികൾ ഉണ്ടാവും. തൃക്കാക്കരയിൽ ജയിക്കട്ടെ, പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷയമാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.